പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരാൻ സ്പെയിനിന്റെ ഇപ്പൊ നിലവിലെ സ്ക്വാഡ് വെച്ചിട്ട് കഴിയോ? 2022 വേൾഡ് കപ്പ് തന്നെ സ്കോർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്ലേയേഴ്സിന്റെ എക്സ്പീരിയൻസിന് വളരെയധികം പ്രശ്നം ഉണ്ടായിരുന്നു. ഡിഫൻസിലാണെങ്കിൽ നോക്കിയാലും അങ്ങനെ ഓരോ പൊസിഷനിൽ നോക്കിയാലും ആ പ്രോബ്ലം ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ നോക്കുമ്പോൾ ഒരു ടീം ഒരു യൂണിറ്റ് ആയിട്ടുണ്ട്. ഓരോ പൊസിഷൻ എടുത്ത് നോക്കിയാലും അത്യാവശ്യം അത് യങ്സ്റ്റേഴ്സ് ആണെങ്കിൽ എക്സ്പീരിയൻസ് ആയാലും എക്സ്പീരിയൻസ് ഒന്ന് ലാക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയാം. ഇപ്പോൾ എന്താണ് അറ്റാക്കിൽ നോക്കുമ്പോൾ നിക്കോയും യമാലും ആണ് കളിക്കുന്നത്. അവർ രണ്ടുപേരും നല്ല രീതിക്ക് ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും നല്ല കവർ ചെയ്യുന്നുണ്ട്. പാട്ടയുടെ കേസിലാണ് ഒരു ചെറിയൊരു ഡൗട്ട് പോലെ നിൽക്കുന്നത്. പുള്ളിയുടെ ഒരു പെർഫോമൻസ് അത്ര ഒരു സാറ്റിസ്ഫൈങ് അല്ല ഫാൻസിന്റെ കാര്യത്തിൽ. അല്ലാതെ ബാക്കി കാര്യം പറയേണ്ട സ്പെയിനിലെക്കാലത്ത് വിട്ടാണ് അവർ പ്രധാനമായി നിൽക്കുന്നത്. ഇപ്പോൾ റൂട്ടിലാണെങ്കിലും ഫാബിയൻ റൂയിസ് ആണെങ്കിലും പെട്രി ആണെങ്കിലും അങ്ങനെ കളിക്കുന്നുണ്ട്. പ്രതീക്ഷയുണ്ട് ഇപ്രാവശ്യത്തെ യൂറോയിൽ എന്തായാലും നല്ലതുപോലെ പോകുന്നുണ്ട്. ആ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ ജർമ്മനി ഇത്രയും പെട്ടെന്ന് കിട്ടിയെന്നാണ്. കാരണം ഈ യൂറോയിലെ ഏറ്റവും മികച്ച രണ്ട് ടീമുകളാണ് സത്യം പറഞ്ഞ ജർമ്മനിയും സ്പെയിനാണെങ്കിലും. അവർ ഇത്രയും വേഗം വന്നതിൽ വളരെയധികം വിഷമമുണ്ട്. ഓക്കെ, അപ്പോ ജർമ്മനി സ്പെയിന് എല്ലാവരും ഒരു ഫൈനൽ മാച്ച് കാണുന്ന ലാഘവത്തോടെ കാണാൻ കഴിയുന്ന ഒരു മാച്ച് കൂടെയാണ് സ്പെയിന് ജർമ്മനി മാച്ച് അല്ലേ? അതെ അതെ അതെ. ഓക്കെ, അപ്പോ യുവ താരങ്ങളായിട്ടുള്ള യാമേല് അതേപോലെ വില്യംസ് ജൂനിയർ എന്നതിലൊക്കെ നല്ല പ്രതീക്ഷ നൽകുന്നുണ്ട്. അതെ അതെ വെക്കുന്നുണ്ട്. ജമാൽ അതെ, ഇവരെ രണ്ടുപേരെയും പേര് പരാമർശിക്കുമ്പോൾ നമ്മള് പറഞ്ഞു പോകുന്ന വ്യക്തി കൂടെയാണ് അൻസു ഫാത്തി. ഇതേപോലെ തന്നെ ചെറുപ്രായത്തില് ഭയങ്കരമായിട്ടുള്ള ഇതിലൊക്കെ വന്നിട്ടുള്ള ഒരു പ്ലെയർ കൂടെയാണ് അൻസു ഫാത്തി എന്നുള്ളത്. ആ പ്ലെയർ ഇപ്പോ പരിക്കിന്റെ പിടിയിൽ പെട്ടതിനു ശേഷം ഫോമിലേക്ക് തിരിച്ചെത്താൻ കഴിയാത്തൊരു സാഹചര്യം നമ്മൾ കാണാനിടയായി. ആ പ്ലെയർ നിലവിലെ അവസ്ഥ പിന്നെ അതേപോലെ ഇനി രാജ്യാന്തര കളികളിൽ കാണാൻ പറ്റുമോ, പഴയ ഫോമിലേക്ക് തിരിച്ചു വരാൻ കഴിയുമോ എന്നുള്ളതും കൂടെ ഒന്ന് പറഞ്ഞു. ഫാറ്റി പുള്ളി വന്നപ്പോ തന്നെ അറിയാലോ, ബാർസലോണയിൽ മെസ്സിയുടെ പല റെക്കോർഡുകളും പൊട്ടിച്ചുകൊണ്ടാണ് ഗോൾ സ്കോർ റെക്കോർഡുകളും ഇതാക്കിക്കൊണ്ടാണ് പുള്ളിയുടെ ബാർസ ഫാൻസ് ആണെങ്കിൽ പോലും ആ ഒരു ടൈമിൽ നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. തിരിച്ച് നാഷണാലിറ്റിയിലേക്ക് വന്നപ്പോഴും പുള്ളി നല്ല പ്രകടനമായിരുന്നു. 10ാം നമ്പർ കൊടുക്കുകയും ആദ്യ പ്രകടനമായിരുന്നു. പിന്നെ ഒരു പരിക്ക് പറ്റി. അതിനുശേഷമാണ് പുള്ളിക്കാര് ഡൗൺഫോൾ വന്നത്. നിരന്തരമായി പരിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഒരു പ്രോബ്ലമായി നിൽക്കുന്നത്. പിന്നെ ബ്രൈറ്റൺ ടീമിലേക്ക് ലോണിലേക്ക് പോയ ശേഷമാണെങ്കിലും ഒരു നല്ലൊരു കളലായി വന്നേക്കുന്നത്. തിരിച്ച് പറക്കൽ വരുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. മാത്രമല്ല അൻസിഫ്ലിക്കിന്റെ കീഴിൽ പുള്ളിക്ക് നല്ലൊരു ഇതുണ്ടായി തിരിച്ച് നാഷണൽ ടീമിലേക്ക് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കാരണം പുള്ളിയെ പോലത്തൊരു എക്സ്പ്ലോസീവ് വിങ്ങർ തൽക്കാലം സ്പെയിന് വേണം. കാരണം ഇപ്പോ അതോ യമാലും നിക്കോ അല്ലാതെ വേറെ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ അവിടെ ഫാറ്റിയെ പോലത്തെ ഒരു ഗോൾ സ്കോറിംഗ് വിങ്ങർ വന്നാൽ നന്നായിരിക്കും.